ഹിസ്റ്ററി ലവറാണോ? വെസ്റ്റ് മിനിസ്റ്റർ മുതൽ ടവർ ഓഫ് ലണ്ടൻ വരെ ലിറ്ററലി ഹിസ്റ്റോറിക്. ട്രാൻസ്പോർട്ട് ടെൻഷനൊന്നുമില്ല. ട്യൂബ്, റെഡ് ബസേഴ്സ്, ബ്ലാക്ക് ക്യാബ്സ് എല്ലാം ചീറ്റ് കോഡ്. ഫുഡ്, ഫിഷ് ആൻഡ് ചിപ്സ് മുതൽ ഗ്ലോബൽ ഫ്ലേവർ വരെ. ഈച്ച് ഡേ എ വെരി ന്യൂ എക്സ്പീരിമെൻറ്റ്. ഞാൻ UK വന്ന സമയത്ത് തന്നെ എക്സ്പ്ലോർ ചെയ്ത സ്ഥലമാണ് ലണ്ടൻ. 4 ദിവസം എടുത്ത് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ആ സ്ഥലത്തിനെക്കുറിച്ചോ അല്ലെ ആ ഒരു സ്ഥലത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ഐഡിയയും കിട്ടിയില്ല. കാരണം ലണ്ടൻ ജസ്റ്റ് ഒരു സിറ്റി മാത്രമല്ല, അത് ഫുൾ ഓൺ ഓവർലോഡഡ് എക്സ്പീരിയൻസ് കൂടി ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു, ലണ്ടൻ സിറ്റി ചുമ്മാ ഇങ്ങനെ റാൻഡമായിട്ട് ചുറ്റി കറങ്ങുന്നത് പോലെ ഒന്ന് പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. ഒരു ദിവസം മാക്സിമം 1-2 സ്ഥലങ്ങൾ, ബട്ട് അത് ഫുൾ ഓൺ എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഷോർട്ട് ലിസ്റ്റിൽ ആദ്യം എത്തിയ 2 സ്പോട്ടുകളാണ് കോവന്റ് ഗാർഡൻ ആൻഡ് ചൈന ടൗൺ. ഫൈനലി ഒരു ദിവസം അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ലണ്ടനിലേക്ക് യാത്ര തിരിച്ചു. Out of the ground while we walk that long walk to the sound of hammer and steel, steel on stone. Yeah, we work those fingers to the bone. ആദ്യമേ ഞാൻ കയറിയത് കോവന്റ് ഗാർഡനിലോട്ടാണ്. അതായത് അപ്പോൾ ഈ ഷോപ്പുകളൊക്കെ ഇങ്ങനെ തുറക്കുന്നതേ ഉള്ളൂ, കാരണം ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ, റഷ് ആകുന്നതേ ഉള്ളൂ. സിറ്റിയിലോട്ട് ഇങ്ങോട്ട് റഷ് ആയിട്ടില്ല. കാരണം അതിരാവിലെ ഏകദേശം ഒരു 8 മണി 9 മണി ആയിട്ട് തന്നെ അവിടെ ആളുകളൊന്നും വന്നില്ല. ഞാനപ്പം അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ബിസി ആയിട്ടുള്ള ലണ്ടൻ നഗരി ഇത്രയും രാവിലെ ഒരു 8 മണിയായിട്ട് ഞാൻ പോയ സമയത്ത് അധികം തിരക്കില്ല. ഞാൻ ആദ്യമേ കോവന്റ് ഗാർഡനിൽ കാണാൻ ഉദ്ദേശിച്ച സ്ഥലം ആപ്പിൾ മാർക്കറ്റാണ്. ഞാൻ ഈ ഗൂഗിളിലൊക്കെ ഈ ഫോട്ടോ ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടപ്പോൾ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് ആപ്പിൾ മാർക്കറ്റ് കണ്ടത്. അപ്പോൾ ഫസ്റ്റ് ആപ്പിൾ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള രീതിയിൽ പോയി. പക്ഷേ എൻ്റെ നിർഭാഗ്യവശാൽ, കാരണം നിർഭാഗ്യമല്ല, അത്ര സമയം നമുക്ക് വെയിറ്റ് ചെയ്യണം, നല്ല ക്ഷമ വേണം. ആപ്പിൾ മാർക്കറ്റ് അപ്പം ആളുകൾ അതിനകത്ത് എല്ലാം ഷോപ്പുകൾ തുറക്കുന്നതേ ഉള്ളൂ. നല്ല ഫ്രഷ് ആ കോഫിയുടെ ഒക്കെ ഒരു സ്മെല്ല്, ആ ഒരു എസ്തറ്റിക് ഫീൽ. എനിക്ക് ആ സ്ഥലം ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കിപ്പോൾ അതിനകത്തിൽ അതിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര എസ്തറ്റിക് ഫീലും വളരെ മനോഹരമായിട്ട് ആ ഒരു സിറ്റി, ആ ഒരു സ്ട്രീറ്റ്, ആ ഒരു കോവന്റ് ഗാർഡൻ്റെ സെൻറ്റർ തന്നെ ആ ഭയങ്കര പോയിൻ്റ് ഓഫ് അട്രാക്ഷനിൽ തന്നെ നിൽക്കുകയാണ്. വളരെ
ഭംഗിയുള്ളൊരു സ്ഥലം, വളരെ മനോഹരമായിരുന്നു. അടുത്തതായിട്ട് കൊവൻറ്റ് ഗാർഡനിൽ നമുക്ക് കാണേണ്ട ഒരു സ്ഥലമാണ് നീൽസ് യാർഡ് എന്ന് പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കഫേകളും ചെറിയ ചെറിയ ഷോപ്പുകളും, പക്ഷേ അതിൽ കൂടുതൽ നമ്മളെ അട്രാക്റ്റീവ് ആക്കുന്നത് ഒരു ബ്രൈറ്റ് വോൾസ്. ഈ ഭിത്തികളൊക്കെ ഭയങ്കര നല്ല കളർഫുൾ, നല്ല കളർ കോമ്പിനേഷൻസ് തരുന്ന ഒരു മൂഡി സ്ട്രീറ്റാണ്. ഒരു കിടിലൻ വൈബ്. നമുക്ക് അതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ രസം, ഭയങ്കര രസം, അടിപൊളി ഫീൽ. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കപ്പോൾ ഇവിടുന്ന് സമയവും നമുക്കിപ്പോൾ ഇതെല്ലാം നടന്നാണ് കാണുന്നത്. നമ്മൾ ഈ ലണ്ടൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചുമ്മാ ഒരു ട്യൂബ് എടുത്ത് ചുമ്മാ അപ്പുറത്തും ഇങ്ങനെ പോയി പർട്ടിക്കുലർ സ്ഥലം എന്താണോ അവിടുത്തെ മോസ്റ്റ് അട്രാക്റ്റീവായിട്ടുള്ള പ്ലേസസ്, അല്ലെ ഇങ്ങനെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബക്കിംഗ്ഹാം പാലസ്, മ്യൂസിയം, അല്ല ബിഗ് ബെൻ, ലണ്ടൻ ബ്രിഡ്ജ്, ഇതൊന്നും അല്ല. ഇത് മാത്രമല്ല, അതിനകത്തിൽ നമ്മൾ നടന്ന് തന്നെ കാണാനുള്ളൊരു സ്ഥലമാണ് ലണ്ടൻ. അതാണ് ഞാൻ പറഞ്ഞത്, ലണ്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പോയാലും ഓരോ ദിവസങ്ങൾ കൂടുമ്പോൾ അല്ലെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും പുതിയ പുതിയ എക്സ്പീരിയൻസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ആ സ്ട്രീറ്റിൽ കൂടി നടക്കുന്നതിലാണ് ആ ഒരു എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടന്ന് ആ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്ത്, അല്ലെ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുക. എനിക്ക് കാണുന്നതെല്ലാം ഞാൻ വീഡിയോസ് എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി. അത്രയും അടിപൊളി സ്ഥലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലണ്ടൻ നമ്മൾ എത്ര കണ്ടാലും മതി വരത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇതെല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ്, അപ്പോൾ എനിക്കിനി അടുത്തത് ചൈന ടൗൺ ആണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ഇവിടുന്ന് ഇപ്പം നമുക്ക് എല്ലായിടത്തു നിന്നും ട്യൂബ് കയറി നമുക്ക് ഓരോ പോകേണ്ട സ്പോട്ടിലെത്താം. പക്ഷേ അതിനൊരു സുഖമില്ല. സോ ഞാൻ ഇങ്ങനെ നടന്ന് തന്നെ പോകാൻ തീരുമാനിച്ചു. ചൈന ടൗൺ വരെ ഏതായാലും ഇത്ര ഒരു മാപ്പിൽ നോക്കി സെർച്ച് ചെയ്ത് ഇത്ര സമയം, ഒരു അരമണിക്കൂർ 10-25 മിനിറ്റ് നടന്നാൽ മതി കോവൻറ്റ് ഗാർഡനിൽ നിന്ന്. ഏകദേശം അത്രയും നടന്നാൽ മതി. അപ്പം അങ്ങനെ നടന്ന് പോകുന്ന സമയത്താണ് ലൈസിയം തിയേറ്റർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലയൺ കിങ് എന്നുള്ള മൂവിക്ക് ആസ്പദമാക്കി ഇവരൊരു മ്യൂസിക്കൽ നാടകം, അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നൊരു സംഭവം. അപ്പം ഇതിൻ്റെ ഷോ ചില സമയങ്ങളിലൊക്കെ 2.5 മണിക്കൂർ ഡ്യൂറേഷനുള്ളൊരു ഷോ ആണ്. അപ്പം മോസ്റ്റ്ലി എല്ലാം നൈറ്റിലൊക്കെയാണ് ഷോ നടക്കുന്നത്. പിന്നെ ചില മാറ്റിനികളും ഉണ്ട്. പക്ഷേ എനിക്ക് അതിനകത്ത് അട്രാക്റ്റീവായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു തിയേറ്ററിൻ്റെ ആ ലുക്ക്, അത് തന്നെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മളിപ്പോൾ ആ ഷോ ആണ് നമ്മളിപ്പം ഇങ്ങനെ കണ്ട് നടക്കുകയല്ലേ, ഓരോ കാര്യങ്ങൾ കണ്ട് നടക്കുന്ന സമയത്ത് ഈ ബിൽഡിങ് ഒരു രസം, ഭയങ്കര അട്രാക്റ്റീവ് കളറൊക്കെ കൊടുത്ത് ഈ ലയൺ കിങ് എന്ന് എഴുതി അവരതിനകത്തൊരു കുറച്ച് കണ്ടോ ഈ ഒരു സംഭവങ്ങൾ കണ്ടില്ലേ, അതൊരു വല്ലാത്തൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നടന്നിട്ട് അപ്പം നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് നടന്നൊക്കെ പോയി ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ച് അതിപ്പോൾ ഒന്ന് ആസ്വദിക്കുന്നതിൻ്റെ ഒരു ത്രില്ല് അതൊന്ന് വേറെ തന്നെയാണ്, അടിപൊളി. അങ്ങനെ ലയൺ കിങ്ങിൻ്റെ അതിനടുത്ത് തന്നെ വേറെ കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതും ഭയങ്കര രസമാണ്. എല്ലാം ഒരു ആർക്കിടെക്റ്റ് വൈസ് നോക്കുമ്പോൾ പണ്ടത്തെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു പ്രൗഢി ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നതിലാണ് ഈ UK എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് നല്ലതായിട്ട് വിശന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം മഗ്ഡയിൽ നിന്ന് ഫുഡ് കഴിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് അപ്പം നമ്മൾ ഏകദേശം കോവൻറ്റ് ഗാർഡൻ കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിന് അടുത്ത ചൈന ടൗണിലേക്ക് പോകുന്ന വഴിയാണ്
അതിനിടയ്ക്കാണ് അവിടെ ഹാരി പോട്ടറിൻ്റെ വേറൊരു സംഭവം നടക്കുന്നത്. ഹാരി പോട്ടറിൻ്റെ ഒരു ഷോ ഏതാണ്ടൊക്കെ, പക്ഷേ അതിനകത്തിൽ ഒത്തിരി ആളുകൾ, നല്ല തിരക്കുണ്ട് അവിടെ. ആ സംഭവം എനിക്ക് തോന്നുന്നു അതും ഇതുപോലെ തന്നെ ഒരു ഡ്രാമ സെറ്റപ്പാണ്. അപ്പം അതിന് ആൾക്കാർ ഒത്തിരി ഉണ്ട്. പക്ഷേ അതിലെനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ ഒരു അതിനടുത്തുള്ള കുറേ സംഭവങ്ങൾ, അതായത് എന്താ പറയുക, ഇതെല്ലാം കാണാൻ നല്ല വിഷ്വലി ഭയങ്കര അട്രാക്റ്റീവ് സംഭവങ്ങളാണ്. ഇപ്പം ഹാരി പോട്ടറിൻ്റെ കണ്ടേ, നോക്കിയോ ഈ വിഷ്വൽസ് നോക്കുക, വളരെ മനോഹരമാണ്. അപ്പം ഞാൻ അതിനകത്ത് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഫൈനലി നമുക്ക് പോകേണ്ടതായിട്ടുള്ള ഡെസ്റ്റിനേഷൻ ചൈന ടൗൺ. ചൈന ടൗൺ എന്ന് പറയുമ്പോൾ എന്താ പറയുക, എന്നെ അങ്ങ് ഞെട്ടിച്ച് കളഞ്ഞു. കാരണം നമ്മൾ അതിനകത്തിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ വേറൊരു വേൾഡാണ്. നോട്ട് യു കെ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഇവർ ഈ ഓരോ സാധനങ്ങൾ, അതായത് സൈൻ ബോർഡ് ആകട്ടെ, കളേഴ്സ് ആകട്ടെ, എല്ലാം എൻ്റയർലി ഡിഫറെൻറ്റ്. ഒരു റെഡിഷ് കളറിലേക്ക് വരികയാണ്, റെഡിഷ് ഓറഞ്ച് കളറിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതായത് ഇവർ ഈ ഓരോ ഈ ചൈന ടൗണിൽ അവർ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിലും, ലാൻറ്റേണും അവരുടെ ആ ഒരു ഗോപുരം പോലത്തെ ഇവരുടെ ഈ ആ ഒരു സ്ട്രക്ചർ, ആ കറക്റ്റ് ചൈനീസ് ലെവൽ അവർ കീപ്പ് ചെയ്തു. കാരണം അത് ചൈന ടൗൺ ആണ്, അത് വേറൊരു കാര്യം അല്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു സ്ഥലത്തും അവർ അത് അതുപോലെ സെറ്റാക്കി വെച്ചു. ഈവൻ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ചൈനയിലെ ഈ ഒരു സ്ഥലം, അതായത് ഇവരുടെ ഒരു ക്ഷേത്രം ടൈപ്പ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഗോപുരം, അവർ ഏകദേശം അങ്ങനെയാണല്ലോ. ആ ഒരു ബിൽഡിങ്സിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. നല്ല രസമാണ്, നമുക്ക് ഒരു ആർട്ട് വർക്ക് പോലെ തോന്നും, വളരെ രസകരമാണ്. അപ്പം അവരുടെ ചൈനീസ് ഡിഷസ്, പല ടൈപ്സ് ഉള്ള എല്ലാ കാര്യങ്ങളും. അപ്പം ആ ഒരു സ്ട്രീറ്റിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വേൾഡ്. അതായത് നമ്മൾ മസ്റ്റായിട്ടും ഇപ്പം ലണ്ടനിൽ നമ്മൾ ആരാണെങ്കിലും നമ്മൾ പോകുമ്പോൾ ഒരു തവണയെങ്കിലും പോകേണ്ടതല്ല, കാണേണ്ടതായിട്ടുള്ള ഒരു സ്ഥലമാണ് ചൈന ടൗൺ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ എൻ്റെ ഈ ബക്കറ്റ് ലിസ്റ്റിൽ ആദ്യം നമ്മൾ ലണ്ടനിൽ പോകുമ്പോൾ ഫസ്റ്റ് തിങ് ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇട്ടൊരു സംഭവമാണ് ചൈന ടൗൺ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ലെവൽ ടൈപ്പ് സംഭവങ്ങളാണ് ഇതിനകത്ത് കാണാനുള്ളത്. ഭയങ്കര രസം, അടിപൊളി ഒന്നും പറയാനില്ല. അങ്ങനെ ചൈന ടൗണിലെ കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയി. അന്നത്തെ ഇനി യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്ന സമയം, അതായത് ട്യൂബ് ട്രെയിൻ പിടിച്ച് ട്യൂബ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് കുറച്ച് നല്ല മൊമെൻറ്റ്സുകൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. പർട്ടിക്കുലർ സ്ട്രീറ്റിൽ ഒരു ഓൾഡ് ലേഡിയും ഒരു മനുഷ്യനും കൂടെ കുറേ ആളുകളുടെ ഫേസ് പിക്ചറൈസ് ചെയ്യാൻ തുടങ്ങി, അതായത് വരയ്ക്കുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അത്. കാരണം നമുക്കറിയാമല്ലോ
സ്ട്രീറ്റ് പെർഫോമേഴ്സ്, ആർട്ട് വർക്ക്. ഇപ്പോൾ ഈ ലണ്ടനിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ സ്ട്രീറ്റ് വർക്ക്, ആർട്ടുകൾ, സ്ട്രീറ്റ് വൈസ് ആയിട്ടുള്ള ആർട്ട് വർക്കുകൾ കുറേ കാണാൻ പറ്റും. അപ്പോൾ അതിലൊന്നാണ് ഇങ്ങനെ ഈ കാരിക്കേച്ചേഴ്സും വരയ്ക്കും, കാരിക്കേച്ചേഴ്സ് ടൈപ്പ് ആർട്ടുകൾ വരയ്ക്കുന്നത്. അപ്പോൾ കുറേ ആളുകൾ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ. അപ്പോൾ അതിനകത്ത് കുറച്ച് പിക്ചേഴ്സൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട്. അപ്പം ഇനിയും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ലണ്ടൻ വിസിറ്റ് ചെയ്യും. വിസിറ്റ് ചെയ്യണം, ഓഫ് കോഴ്സ് വിസിറ്റ് ചെയ്യും. വിസിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഇനി ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചെയ്യും. ഒത്തിരി, ബക്കിംഗ്ഹാം പാലസ് തൊട്ട് ബിഗ് ബെൻ മ്യൂസിയം, ലണ്ടൻ ബ്രിഡ്ജ്, എല്ലാം ഒന്നേന്ന് തുടങ്ങി എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഇനി അനേകം സ്റ്റോറീസും വൈബ്സുകളും നല്ല സ്പോട്ടുകളും ഇൻട്രസ്റ്റിംഗ് സ്പോട്ടുകളും അവിടെ ഇഷ്ടംപോലെ ഇനി കാണാൻ ഇഷ്ടംപോലെ നിരവധി സംഭവങ്ങൾ കാണാൻ കിടക്കുന്നു. അപ്പോൾ ഭാവിയിൽ ഇനി വരുന്ന ഓരോ വീഡിയോസുകളിലും ലണ്ടനിലെ പുതിയ സ്റ്റോറികളും അപ്ഡേറ്റുകളുമായി ഞാൻ ഈ ട്രാവൽ ടെയിൽസ് എത്തുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ട്രാവൽ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.